കമുകൻകോട് സെൻറ് ആൻ്റണീസ് ദേവാലയ തിരുനാളിനോടനുബന്ധിച്ച് ഞങ്ങളിവിടെ എത്താറുണ്ട്. എല്ലാ വർഷവും മാധ്യമങ്ങളുടെ അർഹമായ പ്രാധാന്യത്തോടു കൂടിയുള്ള റിപ്പോർട്ടിംഗ് ഞങ്ങൾക്ക് ലഭിക്കാറുണ്ട് എന്നതിൽ ഞങ്ങൾക്ക് സന്തോഷവുമുണ്ട്. അതിന് നിങ്ങൾക്ക് നന്ദി അറിയിക്കുകയാണ്. ഇത്തവണ ജനുവരി 30 മുതൽ ഫെബ്രുവരി 11 വരെ തീർത്ഥാടന തിരുനാൾ നടക്കുന്നതുമായി അനുബന്ധിച്ച് ആണ് ഈ വാർത്താ സമ്മേളനം നടക്കുന്നത്. ഇവിടെ ഇതിൽ പങ്കെടുക്കുന്നത് ഞങ്ങളുടെ സ്നേഹമുള്ള ഇടവക വികാരി റോറൻ ഫാദർ സജി തോമസ്, അതുപോലെ ഇടവകയുടെ പാരിഷ് കൗൺസിൽ വൈസ് പ്രസിഡന്റ് ശ്രീ അനിൽ ജോസ്, ഞാൻ പാരിഷ് കൗൺസിൽ സെക്രട്ടറി മനു എസ്, അടുത്ത പബ്ലിസിറ്റിയുടെ കൺവീനർ ശ്രീ KG സതീശൻ. ഞങ്ങൾ നോട്ടീസും അതുപോലെ തന്നെ റൈറ്റപ്പും തന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് അല്പം സംസാരിക്കുന്നതിനായി ഇടവകാരിയെ ക്ഷണിക്കും. ഏറ്റവും സ്നേഹം നിറഞ്ഞ മാധ്യമ പ്രവർത്തകരെ, കമുകൻകോട് വിശുദ്ധ അന്തോണീസ് തീർത്ഥാടന ദേവാലയത്തിൻ്റെ തിരുനാൾ മഹോത്സവം 2024 ജനുവരി മാസം 30-ാം തീയതി ചൊവ്വാഴ്ച മുതൽ ആരംഭിച്ച് ഫെബ്രുവരി മാസം 11-ാം തീയതി സമാപ്തിയിലേക്ക് കൊടിയിറക്കിലേക്ക് കടന്നു വരികയാണ്. സാർ ഇവിടെ പറഞ്ഞതുപോലെ എല്ലാ വർഷവും ഇവിടെ വന്ന് പ്രസ് ക്ലബിൽ നമ്മളത് അറിയിക്കുകയും മാധ്യമപ്രവർത്തകരുടെ സജീവമായിട്ടുള്ള സാന്നിധ്യവും സഹകരണവും ഒക്കെ ഈ ഒരു തീർത്ഥാടന ദേവാലയത്തിന് നാളിതുവരെ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധയുണ്ടാകണമെന്നും നിങ്ങളെ എല്ലാവരെയും വളരെ സ്നേഹപൂർവ്വം ദേവാലയത്തിലേക്ക് ക്ഷണിക്കുകയാണ്. അതോടൊപ്പം തന്നെ 30-ാം തീയതി രാവിലെ 7:30 മണി മുതലാണ് കൊച്ചുപള്ളിയിൽ തീർത്ഥാടനത്തിൻ്റെ തിരുനാള് ആരംഭിക്കുക. രാവിലെ 7:30 മണിക്ക് ദീപബലിയോടുകൂടി ആരംഭിച്ച് 10:30-ക്കും ദീപബലി ആ ദേവാലയത്തിൽ ഉണ്ടാകും. അതിനുശേഷം അവിടെ നിന്നും അത്ഭുത സ്വരൂപമായ വിശുദ്ധ അന്തോണീസിന്റെ തിരുസ്വരൂപവും വഹിച്ചുകൊണ്ട് ഉച്ച കഴിഞ്ഞ് 3:30 മണിക്ക് വലിയ ദേവാലയത്തിലേക്ക് കടന്നു വന്ന് അനേകായിരങ്ങളാണ് അതിൽ പങ്കുകാരാകുക. അതോടൊപ്പം തന്നെ ആ പ്രദക്ഷിണത്തില് ഹാരാർപ്പണം, അതോടൊപ്പം തന്നെ ഉണ്ണിയപ്പം നൽകുക എന്നുള്ള ഒരു ചടങ്ങ്, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അനേകായിരങ്ങൾ ഈ ദേശത്ത് നിന്ന് വന്ന് ഈ ഒരു തീർത്ഥാടന ദേവാലയത്തിൽ കടന്നു വരികയും സജീവമായി അവര് നേർച്ചകാഴ്ചകൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് പോകുന്ന ഒരു തീർത്ഥാടന ദേവാലയമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ദേവാലയത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഏതാണ്ട് രാത്രിയിൽ 11-11:30 മണിക്കാണ് കൊടിയേറ്റായിട്ട് ആഘോഷിക്കുക. ഏതാണ്ട് കഷ്ടിച്ച് 1 കിലോമീറ്റർ മാത്രമേ കൊച്ചുപള്ളിയിൽ നിന്നും വലിയ ദേവാലയത്തിലേക്കുള്ളുവെങ്കിലും മണിക്കൂറുകൾ എടുത്താണ് ഈ പ്രദക്ഷിണം കടന്നു വരിക. ഹാരാർപ്പണവും അതോടൊപ്പം തന്നെ ജനങ്ങളുടെ വലിയ പങ്കാളിത്തവുമാണ് ഇതിലുള്ളത്. അതോടൊപ്പം തന്നെ അന്നേ ദിനം സൗഹൃദ സന്ധിയായിട്ട് നമ്മൾ വൈകുന്നേരം 8 മണിക്ക് നമ്മുടെ അവിടെയുള്ള MLA ശ്രീ ആൻസലൻ സാറിന്റെ അധ്യക്ഷതയിൽ ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ സാറ് ഉദ്ഘാടനം ചെയ്യുകയും വിവിധ രാഷ്ട്രീയ കക്ഷികളും മതപരമായിട്ടുള്ള ആളുകളും ഒക്കെ അതിൽ സംബന്ധിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ 6-ാം തീയതിയും ഫെബ്രുവരി 6-ാം തീയതിയും പബ്ലിക് മീറ്റിംഗ് സ്നേഹബഹുമാനമുള്ള ആദരണീയനായ മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിലാണ് അന്നത്തെ മീറ്റിംഗ് നടക്കുക. അന്നും രാഷ്ട്രീയ പ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരുമൊക്കെ അതിൽ പങ്കുചേരുന്നു. എല്ലാവരെയും വളരെ സ്നേഹത്തോടുകൂടി ക്ഷണിക്കുകയാണ്. 1-2 കാര്യങ്ങൾ കൂടി കൂട്ടിച്ചേർക്കാനുണ്ട്. ഒരു സാധാരണ ഒരു ക്രിസ്തീയ ദേവാലയത്തിൻ്റെ ഗണത്തിൽ പെടുന്നതല്ല കമുകൻകോട് സെൻറ് ആൻ്റണീസ് ചർച്ച് എന്നുള്ളത് ഇവിടെ ഇരിക്കുന്നതിൽ മിക്കവാറും പലർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരു സെക്കുലർ സംസ്കാരം, കാരണം ജാതിമത ഭേദമന്യേ അനേകം ആളുകൾ വരുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. അതുപോലെ തന്നെ ചരിത്രപരമായും വളരെ പ്രസിദ്ധിയുണ്ട്. 1713 അവിടെ സുവിശേഷവൽക്കരണം നടന്നത്. അതുമാത്രമല്ല, ഇപ്പോൾ വിശുദ്ധനായ ദേവസഹായം പിള്ളയുടെ പ്രേക്ഷിത പ്രവർത്തനവും സാന്നിധ്യവും ഈ ദേവാലയത്തിൽ ഉണ്ടായിട്ടുണ്ട്.
ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ അച്ഛൻ നേരത്തെ സൂചിപ്പിച്ച ഭക്തിപരമായ ചടങ്ങുകൾ കൂടാതെ അവിടെ ഞങ്ങൾ സ്ഥിരമായി നടത്തി വരുന്ന ഒരു നേർച്ചയുണ്ട്. അതും കൂടി ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. രക്തദാന നേർച്ച. സാമ്പത്തിക ലാഭമില്ലെങ്കിലും ഉദ്ദിഷ്ടകാര്യത്തിന് ഉപകാരസ്മരണയായി ഭക്തജനങ്ങൾ മെഡിക്കൽ കോളേജിലും RCCയിലും അതുപോലെ മറ്റ് സ്ഥാപനങ്ങളിലൊക്കെ രക്തം നേർച്ചയായി നൽകാറുണ്ട്. അതൊരു പ്രധാനപ്പെട്ട ഒരു നേർച്ചയായി ഞങ്ങൾ കാണുന്നുണ്ട്. മറ്റ് നേർച്ചകളുമുണ്ട്. പിന്നെ ഇത്തവണത്തെ തിരുനാളിന് ഞങ്ങൾ ഒരു ഭവനം ഒരു നിർധന കുടുംബത്തിന് നിർമ്മിച്ച് നൽകുന്നുണ്ട്. പിന്നെ അതുമാത്രമല്ല, ഈ കേരളത്തിനും തമിഴ്നാട്ടിലുമുള്ള ധാരാളം തീർത്ഥാടകർ ഇവിടെ വരുന്നുണ്ട്. തീർച്ചയായും ഞങ്ങൾ സമയം ദീർഘിപ്പിക്കുന്നില്ല. ബാക്കിയെല്ലാം നമ്മുടെ പ്രസ് റിലീസിലും പിന്നെ അതുപോലെ ഇടവകയെക്കുറിച്ചുള്ള ലഘു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ മാധ്യമപ്രവർത്തകരുടെയും അകമഴിഞ്ഞ സഹകരണവും മുൻ വർഷങ്ങളിലെന്ന പോലെ റിപ്പോർട്ടിങ്ങിലും അതുപോലെ തന്നെ മറ്റ് വിശിഷ്ട അവസരങ്ങളിൽ നിങ്ങളുടെ സാന്നിധ്യവും ഉണ്ടാകണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്.